അയ്യോ അയ്യോ മുറിയൻ കൃഷിയത് പിശാചിന്റെ ഫോണാണ് ഇതിനെ കണ്ടോളാം. അധികം കളിക്കരുത്, കളിച്ചാൽ ഇതേ കളികൾ വയ്ക്കും. അയ്യോ. പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോ നിക്കണതേ ദുബായിലെ വർഷാൻ 2 എന്ന് പറയുന്ന സ്ഥലത്താ. ഇവിടെ കവിയൂരുള്ള ഒരു നല്ലൊരു കലാകാരനുണ്ട്, പ്രജിത്ത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വാ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് പ്രജിത്താണ്. കൂടെ ഉള്ളത് നല്ലൊരു കലാകാരനാണ്. തിരുവനന്തപുരത്തല്ലേ? തിരുവല്ല. തിരുവല്ലയാണ് അല്ലേ? കവിയൂര്. കവിയൂർ പൊന്നമ്മ. അതെ. കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പെങ്ങളായിട്ട് വരും. പാട്ട് പാടും, ചിത്രങ്ങൾ വരയ്ക്കൂല്ലേ? കൊച്ചുപ്രേമന്റെ 2 ശബ്ദം. അല്ല, പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യോട്ട് കേൾക്കൂ. ഞാൻ എന്തോ വർത്താനോട് പറയുന്നത്. എനിക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ തോപ്പിക്കണോ. അതാ ഒരു വന്ന കാലത്ത് ഘട്ടത്തിലുള്ള സൗണ്ടാണ്. അപ്പം മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ സിനിമയ്ക്കകത്ത് ഒരു ശബ്ദ വേരിയേഷൻ. എടുത്തല്ലേ നീ നല്ല ജപ്തിയാ മണ്ട കേൾക്കുന്ന കേട്ടു. ഇനി നീ മണ്ട കേൾക്കുന്ന എനിക്കൊന്ന് കാണണം. എന്റെ കൊച്ചിനെ നീ കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്റെ കൊച്ചിനെ നീ അപകീർത്തിപ്പെടുക്കുമെന്ന് പറഞ്ഞു. എന്നാ എനിക്കൊന്ന് കാണണം. ഈ ജപ്തി നോട്ടീസിന്റെ നെഞ്ചത്തിരിക്കട്ടെ. ഇവിടെ ചെറിയ വൺമാൻ ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ 2009 ഇവിടെ വന്നത്. ദുബായിൽ 2009 പ്രവാസിയാണ്. സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ കുലത്തൊഴിലായിട്ടുള്ള കാർപ്പൻട്രി വർക്കുകളായിരുന്നു. വിശ്വർമേര. അങ്ങനെ പ്രവാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അത് വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ വൺമാൻ ഷോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാവുന്ന ഗ്രൂപ്പുകളിലും മലയാളി സംഘടനകളിലും ഒക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. അവിടെ നമുക്ക് ഹാസ്യ നടൻ ശ്രീ സലീംകുമാറിന്റെ ശബ്ദം പണ്ട് എടുത്തുകൊണ്ടിരുന്ന ശബ്ദം നോക്കാം. ആളിയോ കണ്ണപ്പേട്ടന്, ദാസപ്പേട്ടൻ, ജോസപ്പേട്ടൻ. ഇതിനിടയ്ക്ക് ഈ കണ്ണപ്പേണ്ണും ദോസപ്പെണ്ണും എന്തൊടിയോ. എടാ, നീ അവന്റെ കൂടെ വന്നാണെങ്കിൽ ഇവൻ എന്തിന് മറ്റവന്റെ കൂടെ വന്നു അതൊന്നും അറിയണം. അപ്പൊ നമ്മള് കവിയൂർ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്താണ് താമസിക്കുന്നത്. അവിടാണ് പൊന്നമ്മേപ്പച്ചി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ജനിച്ച സ്ഥലവും കാര്യങ്ങളും എല്ലാം. അവിടെ ഒരു കുടുംബക്ഷേത്രമൊക്കെ. അപ്പൊ അവിടുന്ന് ഈ തുടക്കകാലം മുഴുവനും ആ കവിയൂർ ഭാഗം മുഴുവൻ നമ്മുടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം കലാകാരന്മാർ. കവിയൂർ ശിവപ്രസാദ്, കവിയൂർ രേവമ്മ എന്ന് പറയുന്ന ഒരു പഴയകാല ഗായികയുണ്ടായിരുന്നു. മണിച്ചേട്ടൻ ചെയ്ത മകടി ഊർന്ന അതൊക്കെ ആ ഒരു കോമ്പറ്റീഷനിൽ ആഡ് ചെയ്തതായിരുന്നു. ഇതിന് ജില്ലാതലത്തിലും ഫസ്റ്റ് കിട്ടി. ഒരു പ്രത്യേക അനുമോദനവും കിട്ടിയായിരുന്നു. ഈ ഒരു എന്റെ ഗുരുനാഥൻ പഠിപ്പിച്ച ഒന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു സാധനം. കൊച്ചു കുഞ്ഞിന് അറിയുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് ചെയ്യാം. പഠിക്കുന്ന സമയത്തൊക്കെ ചിത്രരചനകളും മത്സരത്തിനൊക്കെ പോവായിരുന്നു. പ്രൈസ് കിട്ടി. വൈഫിന്റെ വീട് നമ്മുടെ കോഴഞ്ചേരി നെടുമ്പ്രയാർ എന്നാണ്, ആറന്മുള ആ ഭാഗത്തായിട്ട് വരും. മക്കൾ എത്ര പേരുണ്ട്? 2 പേര്. ഒരാള് ഋഗ്വേദ്, മൂത്ത കുഞ്ഞ്, ആൺകുഞ്ഞ. രണ്ടാമത്തേത് ക്ഷേത്ര. കരുത്തുമാണ്. നീ എന്താണ് എന്നെ ഇപ്പം വിളിക്കാത്തത്, വരാത്തത്? എന്തെന്നറിയില്ല. ചെമ്പകുഞ്ഞച്ചായൻ പുതിയ വെള്ളവും വെള്ളം വാങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഒരു മാറ്റം വന്നു. നീ എന്നെ കാണാൻ വരുന്നില്ല, അതൊരു സത്യം എനിക്കറിയണം. ഇത് പഴയ സൗണ്ടാണ് ഏകദേശം. പുതിയ നരൻ ആ സിനിമയ്ക്കകത്ത് വരുമ്പോ ഇച്ചിരി വ്യത്യാസവും. എടാ നീ ഈ പൂർണ്ണതടിയും വെച്ചോണ്ട് എന്ത് കാട്ടാൻ കാണിക്കുന്നത്? നിന്റെ പൂക്കുല പറ്റിയ എന്തോ സാധനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ മോനെ, നീ ആ കുന്നുമ്മ ശാന്തരമുള്ള കിടപ്പ് നിർത്തിയ നിനക്കൊരു യോഗ്യത കിട്ടും. എടാ, നീ എന്നെ ഓടിത്തോപ്പിക്കുന്നായിട്ട് പറഞ്ഞല്ലോ.
എടാ പൂണ്ണ, എടാ വന്നാ പോടാ ഇങ്ങോട്ട്. ജയന്റെ ശബ്ദം വന്നു. എടാ, നീയല്ലേ ലബലാതി ഷാജി? നിനക്ക് ഇന്നും വലിയ ശക്തനാണെന്നുള്ള നിലപാട് അത് മാറ്റിയേക്ക്. എന്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ വലിച്ചു കീറി നാക്ക് പഠിക്കാൻ എനിക്കറിയാം. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പിന്നെ അനിയനുണ്ട്. അനിയനും ഭാര്യയും എല്ലാരും ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. എളിയ നെല്ല് പുല്ല് ലെവളില്ലേ ലെവള്, ആനപ്പാറയില്ലേ ലെവള്, ലെവളെ ഞാൻ മുട്ട് കുത്തിച്ച് സന്തോഷിച്ചട്ടടി, സന്തോഷിച്ചട്ടെ. എടേ മായൻകുട്ടി, എന്ത് പാടി ഇത്? കവിയൂര് പഞ്ചായത്തില് എന്റെ ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ ആ പഞ്ചായത്തിലുള്ള ഒരുപാട് പേര് നമ്മളെ പ്രോത്സാഹനം ചെയ്യുന്ന ഒരുപാട് സ്റ്റേജുകൾ നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ കൊച്ചാട്ട കൊച്ചാട്ടാണ് എല്ലാവരും വിളിക്കുന്നത്. അവര് കൊച്ചാട്ടന് അണ്ണന്മാരും അവര് തന്ന പ്രോത്സാഹനം കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം. അപ്പോ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ചെറിയൊരു കലാകാരനാണ്. ഇനി നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു കലാകാരനാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും.